ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നൊരു മംഗലാപുരം എക്സ്പീരിയൻസ് ആണ്. എന്തായാലും എത്ര വേഗം ഞങ്ങളുടെ PG എല്ലാം കഴിഞ്ഞ് അങ്ങനെ പെട്ടിയും കിടക്കയും എല്ലാം എടുത്ത് വീട്ടിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ ഒന്നും കൂടി കൂടാമെന്ന് വിചാരിച്ചു. ഇവരൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, എൻ്റെ വണ്ടർല വ്ളോഗിൽ ഇവരെല്ലാം ഉണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് പോയത് മാംഗ്ലൂരിലെ ഫേമസ് ആയിട്ടുള്ള ഐസ്ക്രീം പാർലറിലാണ്, പബ്ബാസ് ഐസ്ക്രീം പാർലർ. നമ്മൾ അവിടെ നിന്ന് 2 ഐറ്റംസ് ട്രൈ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാനിപൂരി എല്ലാം ട്രൈ ചെയ്തിട്ട് വീണ്ടും നമ്മുടെ വീട്ടിലോട്ടെത്തി. ആക്ച്വലി നമ്മൾ എയർബിൻബിയിലാണ് റൂമൊക്കെ ബുക്ക് ചെയ്തത്. അപ്പം നമുക്ക് 2 ദിവസത്തേക്ക് ഇതായിരുന്നു നമ്മുടെ ഹോം. നമ്മൾ അന്ന് തന്നെ സൂപ്പർ മാർക്കറ്റ് പോയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിരുന്നു കേട്ടോ. ആക്ച്വലി ഫെബി ഫോളോ ആക്കി ഗൈസ്, എന്നിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുവാണ്. ആർട്ടിസ്റ്റ് ഗൈസ്, മാസ്റ്റർ ചെഫ് ഫെബി. അങ്ങനെ പ്രശ്നം വളരെ വലുതല്ലെങ്കിലും അഡ്ജസ്റ്റബിൾ ആയിട്ട് ഞങ്ങൾ അന്ന് രാത്രി ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ ഡേ 2, തലേ ദിവസത്തെ ദോശ കുളമാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശ ഹട്ടിൽ നിന്ന് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. ഇവിടെ 155ഓളം വെറൈറ്റി ആയിട്ടുള്ള ദോശാസ് ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് 2-3 ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തിരുന്നു. ടൊമാറ്റോ ഓംലെറ്റ് ദോശ, പന്നീർ ടിക്ക ദോശ, പാലക് ദോശ, സ്പീസൻ ദോശ, നൂഡിൽസ് ദോശ. മാംഗ്ലൂർ, നമ്മളിവിടെ സൂവിൽ വന്നതാണ്. മാംഗ്ലൂരിൽ വെൽക്കം ടു ദി സൂ. എന്താ ഇവിടെ ഇത്ര പേടിയാ? ഈ ഹർഷയ്ക്ക് എന്താ ഇത്? സ്വന്തമായിട്ട് ഓരോന്ന് വിളിച്ചു. ആക്ച്വലി ഞങ്ങളുടെ തൊട്ട് മുന്നിൽ ഒരു പീക്കോക്ക് ഉണ്ട്, അതിൻ്റെ അവിടെ ഒരു ടൈഗർ ഉണ്ട്. അപ്പോൾ ഏബിൾ ഞങ്ങളോട് പറഞ്ഞത് ആ പീക്കോക്ക് ടൈഗറിനെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്, തൊണ്ട ഇങ്ങനെ വീർത്ത് ഇങ്ങനെ ആവുന്നത്. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. നല്ല എക്സ്പീരിയൻസ്. ടൈഗറിനെ കണ്ടപ്പോൾ എന്ത് തോന്നി? ആടെ പോയി നിൽക്കാൻ തോന്നി. ഹർഷയാണോ പുലി, അതോ ഇവിടുത്തെ ഒറിജിനൽ ആണോ? ഹർഷ ഒതന്റിക് പുലി, ഒറിജിനൽ പുലി. ഇതാണ് ഹർഷ. ഈ പുലി വേണേ ഹർഷ. നമ്മൾ നേരത്തെ പോയ സൂവിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്. നമ്മൾ ഫെബി ആക്ച്വലി കൽക്കറ്റക്കാരിയാണ് ഗായ്സ്. അവർക്ക് ഹിന്ദി അറിയുള്ളൂ ഗായ്സ്. बोलो जी जी बोलो, ये हमको एक्सपीरियंस बोलो. ये वीडियो ज़बरदस्ती लिया जा रहा है जिसका कोई अंजाम नहीं है. എന്തൊക്കെയോ പറഞ്ഞു ഗൈസ്. അതിന്റെ ട്രാൻസ്ലേഷൻ കുറച്ച് മലയാളം അറിയും. ഈ വീഡിയോ നിർബന്ധിതമായിട്ട് എടുക്കുകയാണ്. ഈ വീഡിയോ എന്തിനാ എടുക്കുകയാണെന്ന് നമുക്കറിയില്ല, അതാണ് അതിൻ്റെ കാര്യം. സോ ഫൈനലി നമ്മളിപ്പോൾ മാംഗ്ലൂർ ബീച്ചിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ 2nd ഡേ ആണ്. ആൻഡ് ഓൾസോ ഇത്ര നേരമായിട്ട് വോയിസ് ഓവർ ഒന്നും കൊടുത്തിട്ടില്ല, കാരണം നമ്മളൊരു
ഉടലായിരുന്നു. ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ സ്ഥലത്തോട്ട് പോയി. നമ്മളിപ്പോൾ ആക്ച്വലി ഏബൽ, മധുമൽ, ഓയിമിനെയൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ്. നമ്മളിവിടെ കൂടുതലും റാപ്പിഡോ ആണ് എടുത്തത്. കാരണം ഓട്ടോനേക്കാളും കുറച്ചുകൂടെ ഓക്കെ ബഡ്ജറ്റിൽ നമുക്ക് പോകാൻ പറ്റുന്നത് റാപ്പിഡോ ആണ്. Harsha, say hi. അങ്ങനെ ഡേ 2 ഡിന്നർ പരിപാടീസാണ്. ഫെബിയാണ് നമ്മുടെ മെയിൻ കുക്ക്. ഇന്നലെ ജസ്റ്റ് ഒന്ന് പാളിയെങ്കിലും ഇന്ന് ചിക്കൻ കറി അടിപൊളിയാണ്. Guys, day 2 of cooking series. But today come back by Febi. Ta-da! ഫെബിയുടെ ഓറ തിരിച്ചു വന്നു. എബൽ അഭിപ്രായം പറയൂ. അതുമൻ ചിക്കൻ കുക്കായിട്ടുണ്ട്. അതായത് എൻ്റെ ആകെ സംശയം. Just like that, the chapter we thought would last forever came to an end. It feels like we just met yesterday, sat together as strangers, slowly learned each other's habits, shared notes, food, stress, problems, laughter, and somehow became part of each other's journey without even realizing it. At this phase of my life, I will remember the people who made it beautiful. Some memories never really leave us.